1989 മുതൽ ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ അവളുടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടെന്ന് കാണിച്ചു തരുമ്പോൾ അതിനോട് ഒരു കൗതുകം തോന്നിയിട്ടാണ് ഞാനിതിൽ ഒരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു. പിന്നെ എനിക്ക് ജോലി കിട്ടി, 82 എനിക്ക് ജോലി കിട്ടി. എന്നിട്ട് പിന്നെ ഒരു 87 കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ക്യാമറ വാങ്ങിച്ചത്. അപ്പോൾ അതിൽ കുഞ്ഞു ക്യാമറയായിരുന്നു. ഞാൻ യാഷിക വാങ്ങിച്ചു, യാഷിക ചെറുത് വാങ്ങിച്ചു. പിന്നെ പനാസോണിക്കിൻ്റെ ഒരു ഡിജിറ്റൽ വാങ്ങിച്ചു. അതിലൊക്കെ ഫിലിം ഇടുന്ന ക്യാമറയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഞാൻ അധികം ഫോട്ടോയൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല, കാരണം ഒരു ഫിലിമിന് 80 രൂപയായിരുന്നു. അതുകൊണ്ട് പിന്നീട് പനാസോണിക്കിൻ്റെ ഒരു ഡിജിറ്റൽ ക്യാമറ വാങ്ങിയപ്പോഴാണ് കുറച്ചും കൂടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത്. ആദ്യമൊന്നും എൻ്റെ മോളുടെ ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മോളുടെ ഫോട്ടോ ഒരുപാട് എടുക്കുമായിരുന്നു. പിന്നെ ഞാൻ പോകുന്ന കോഴിക്കോട് വന്നതിന് ശേഷം സാംസ്കാരിക പരിപാടികൾക്കൊക്കെ പോകും. അപ്പോൾ അവിടുന്ന് ഞാൻ പങ്കെടുക്കുന്ന പരിപാടികളുടെ ഫോട്ടോസ് എന്തുകൊണ്ട് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചുകൂടാന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ വ്യാപകമായി ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ സ്റ്റേജിലൊന്നും ഞാൻ ഫോട്ടോ എടുക്കാൻ പേടിയായിരുന്നു. എൻ്റെ ദേശാഭിമാനിയിലെ ചീഫ് ഫോട്ടോഗ്രാഫറായിരുന്ന KS പ്രവീൺകുമാറാണ് എനിക്ക് അതിൽ ധൈര്യം തന്നത്. കയറിയെടുക്ക് ധൈര്യത്തോടെ എന്ന് പറഞ്ഞിട്ട് ചില ഫോട്ടോസൊക്കെ എന്നെ അസൈൻ ചെയ്യും, എന്നിട്ട് അവൻ പോവും. അപ്പോൾ അതോട് കൂടിയിട്ട് അവൻ്റെ ഒരു പ്രചോദനത്തിലാണ്, പ്രവീണിൻ്റെ പ്രചോദനത്തോടു കൂടിയാണ് ഞാൻ ഇത്രയും വ്യാപകമായിട്ടും ഇത്ര ധൈര്യത്തോടെയും പിന്നെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അവനില്ല. അത് എനിക്ക് എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യ ക്യാമറയുടെ അറിയാമെങ്കിൽ അത് പ്രവീൺ പറഞ്ഞു തന്നത് മാത്രമാണ്. ഞാൻ ക്ലാസ്സിനൊന്നും പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ പോവുള്ളൂ. എനിക്ക് അതിന് സൗകര്യം കിട്ടാറില്ല. ഒരു ദിവസം പോയി പിറ്റേന്ന് ദിവസം പോവില്ല. അപ്പോൾ പ്രവീൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു നഷ്ടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. സ്വന്തം ഒരു അനിയനെ നഷ്ടപ്പെട്ട പോലെയാണ്. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ പ്രവീൺ തന്നെയാണ് പിന്നെ നിക്കോണിൻ്റെ ഒരു ക്യാമറ വാങ്ങിക്കാൻ സഹായിച്ചത്. തുടക്കം അതിൻ്റെ ബേസിക് ക്യാമറ. അത് കഴിഞ്ഞ് ഒരു 16 പിന്നെ ഒരു 500 വാങ്ങിക്കുന്നത്, നിക്കോണിൻ്റെ തന്നെ 500 വാങ്ങിക്കുക. അതും പ്രവീണിൻ്റെ സഹായത്തോടു കൂടിയാണ് വാങ്ങിച്ചത്. പ്രവീൺ സെലക്ട് ചെയ്ത് തന്നതായിരുന്നു. പിന്നീട് ഒരു 22 ഞാൻ ഒരു മിറർലെസ് 6.2 വാങ്ങിച്ചത്. അതാണിപ്പോൾ ഉള്ളത്. പിന്നെ ഇപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ആദ്യം ക്യാമറ വാങ്ങിക്കുമ്പോഴേ ക്യാമറ ഡിജിറ്റൽ അല്ലാതെ തന്നെ ഉള്ള ഫിലിം ഇടുന്ന ക്യാമറയിൽ ഞാൻ പക്ഷികളുടെയൊക്കെ പടം എടുത്തിട്ടായിരുന്നു. അത് നന്നായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിങ്ങനെ തുടർന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് പക്ഷി ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നെ എനിക്ക് ഒരു സാറ് ഒരു 3 പുസ്തകങ്ങൾ സമ്മാനമായിട്ട് തന്നു, ഒരു സ്കോളർഷിപ്പ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട്. അതിലൊന്ന് സി രാധാകൃഷ്ണൻ്റെ പിന്നെ പുഴ മുതൽ പുഴമതെ, ഒന്ന് വൈരുദ്ധ്യാത്മക ഭൗതികവാദം, ഒന്ന് മഞ്ഞായിരുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ പുസ്തകം എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം വായിച്ചത്. ഞാൻ ആദ്യമായിട്ടൊരു നോവൽ വായിക്കുന്നുണ്ടെങ്കിൽ അത് മഞ്ഞാണ് വായിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് സി രാധാകൃഷ്ണൻ്റെ പുസ്തകം വായിക്കുന്നത്. അത് പിന്നെ ഞങ്ങളുടെ ചമ്മറവട്ടം, ഞാൻ പൊന്നാനിക്ക് അടുത്തുള്ള കാടഞ്ചേരിയിലാണ്. അപ്പോൾ ചമ്മറവട്ടമൊക്കെ ഞങ്ങളുടെ അടുത്താണ്. അവിടെയുള്ള കഥയായിരുന്നു അത്. പുഴയും ചമ്മറവട്ടം പുഴയും ഒക്കെ തിരുനാവായൊക്കെ അങ്ങനെയുള്ള കഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വായിച്ചു. പക്ഷെ അത് വലിയ പുസ്തകമായിരുന്നു. അത് ഒരു പ്രാവശ്യം വായിച്ചുള്ളൂ. പക്ഷേ മഞ്ഞ് എന്ന് പറഞ്ഞത് ഒരുപാട് പ്രാവശ്യം വായിച്ചു. പിന്നെ പുസ്തകങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് കിട്ടുന്നത്. അതുവരെയും ഞാൻ ഈ മഞ്ഞാണ് ഇടയ്ക്കിടയ്ക്ക് വായിക്കുക. അതൊന്നും തന്നെ കഥാകാരനെ കാണണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ 92 ഞാൻ കോഴിക്കോട് വരുന്നത്. കോഴിക്കോട് ഫറൂഖിലായിരുന്നു ജോലി എടുത്തത്. അത് കഴിഞ്ഞ് 98 കോഴിക്കോട് വന്ന് അപ്പോഴാണ് ഞാൻ പരിപാടികൾക്ക് പോകാനും MTനെ കാണാനും എനിക്ക് സാധിച്ചത്. പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ MTയുടെ ഒക്കെ പടം എടുക്കുന്നത്. 2013 MTയുടെ പടം എടുക്കാൻ തുടങ്ങിയത്. പക്ഷെ അന്നത്തെ കുറേ പടങ്ങൾ എൻ്റെ അടുത്ത് അടിച്ചുപോയി. അതുകൊണ്ട് തന്നെ പല പടങ്ങളും എൻ്റെ അടുത്തില്ല. പിന്നെ തുഞ്ചൻപറമ്പിൽ എല്ലാ സാംസ്കാരിക പരിപാടികൾക്കും പോകും. MT വരുന്ന കോഴിക്കോട്ടുള്ള എല്ലാ സാംസ്കാരിക പരിപാടികൾക്കും ഞാൻ അറിഞ്ഞിട്ട് പോകും. അങ്ങനെ എടുത്ത പടങ്ങളാണ്. പിന്നെ അവസാനം ഞാൻ സിത്താരയിൽ പോയിട്ട് ഒരു പടം എടുത്തു, 90ാം പിറന്നാളിന്. അതല്ല ലാസ്റ്റ് എടുത്തത്. അങ്ങനെ ഒരു പടം എടുത്ത് അത് കഴിഞ്ഞ് V. അബ്ദുള്ള പിന്നെ പുരസ്കാര സമർപ്പണം എല്ലാ വർഷവും MT നടത്തുന്നത്. അവിടെ നിന്ന് എടുത്ത ലാസ്റ്റ് പടം. പിന്നെ ഞാൻ MTനെ കണ്ടിട്ടില്ല.
പിന്നെ സുഖം. ആദ്യത്തെ പടം എടുത്തത് ഞാൻ തുഞ്ചൻപറമ്പെന്നായിരുന്നു, ചെറിയ ക്യാമറ. അതെൻ്റെ അടുത്ത് നഷ്ടമായി. MTയും ONVയും അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ഒരു പടം, അത് പേടിച്ചാണ് എടുത്തത്. അന്നൊന്നും എനിക്ക് പടം എടുക്കാൻ പേടിയായിരുന്നു. പക്ഷെ ആദ്യം എടുത്തത് തുഞ്ചൻപറമ്പിൽ നിന്ന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പടം എടുത്തതും തുഞ്ചൻപറമ്പിൽ നിന്നാണ്. പല സാഹിത്യകാരന്മാരുടെ കൂടെ MTയുടെ പടം എടുക്കാനുള്ള ഇഷ്ടത്തിനാണ് ഞാൻ തുഞ്ചൻപറമ്പിൽ കൂടുതൽ പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പരിപാടികൾ വരുമ്പോഴും MT ഉണ്ടാവുമോ, MTയുടെ കൂടെ ആരെങ്കിലും പടം എടുക്കാൻ പറ്റുമോ, പുറത്തുള്ള സാഹിത്യകാരന്മാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ പടം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പല പ്രസംഗത്തിലും പറഞ്ഞ പോലെ നമ്മളാണ് അടയാളപ്പെടുത്തി വെക്കുന്നത് എന്നുള്ളതാണ് വരും തലമുറയ്ക്ക് കാണാൻ. അതെ, അതുണ്ട്. അതിപ്പോൾ മുസ്തഫയ്ക്ക് ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്താണ് മുസ്തഫയ്ക്കായിട്ടൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പടങ്ങളാണ്. എനിക്ക് അങ്ങനത്തെ പടങ്ങൾ, ന്യൂസ് ഫോട്ടോഗ്രാഫർമാർക്ക് അവർക്ക് അറിയാം MT എവിടെ പോകുന്നു, MT എന്ന സ്ഥലത്ത് പോകുന്നു. പക്ഷെ ഞാനിങ്ങനെ സാംസ്കാരിക പരിപാടികൾ ഉണ്ടാവുമ്പോൾ വായിച്ചും കണ്ടും കേട്ടിട്ട് പോകുന്ന പടങ്ങളുണ്ടായിരുന്നുള്ളൂ. നിങ്ങളും MTയും തമ്മിലൊരു ഫ്രെയിം ഉണ്ടോ? ഉണ്ട്. 1-2 ഫ്രെയിമുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ മുസ്തഫ പറഞ്ഞ പോലെ ഞാൻ ഫോട്ടോ എടുക്കുന്ന ഒരു പടം അതെൻ്റെ അടുത്ത് ഉണ്ട്, ഞാൻ കണ്ടിരുന്നു. പക്ഷെ അതെനിക്ക് വെക്കാനൊരു മടി, എൻ്റെ ഫോട്ടോ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.